ലക്ഷ്മി, അതാണ് ഇനി കുട്ടികളെ ഇവിടെ എത്തിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം 6 മണിയോടുകൂടി തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടും. 8 മണിക്ക് മുംബൈയിലെത്തും. മുംബൈയിൽ നിന്ന് പൂനെയിലേക്ക് 12 മണിയോടുകൂടി എത്തിച്ചേരും. അവിടെ നിന്ന് കുട്ടികളെ പോലീസിന് RPF കൈമാറും എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം കൗൺസിലിംഗ് ഉൾപ്പെടെ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. കുട്ടികളെ മാനസികാരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാനസികമായി അവർക്ക് പിന്തുണ നൽകേണ്ട ഒരു സമയം കൂടിയാണ്, ഒരു ഘട്ടം കൂടിയാണ്. ഒട്ടേറെ ആശങ്കകൾ അവർക്കുണ്ട്, ഒട്ടേറെ ഭയം അവർക്കുണ്ടായിരുന്നു. വീട്ടിലറിഞ്ഞാൽ വരാനുള്ള ഒരു പേടിയൊക്കെ ആദ്യഘട്ടത്തിൽ അവർ പങ്കുവെച്ചു എന്നാണ് പറഞ്ഞത്. ഒന്നും പേടിക്കേണ്ട എന്നുള്ള ധൈര്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് അവരുടെ ഒപ്പം തന്നെ അവരെ ചേർത്ത് നിർത്തിയെന്നുള്ള കാര്യമാണ് DYSP നമ്മളോട് പ്രതികരിച്ചപ്പോൾ, ഫോണിൽ പ്രതികരിച്ചപ്പോൾ അവർ പങ്കുവെച്ചിരുന്ന കാര്യം. അതായത് ഇനി ഈ ഒരു 37 മണിക്കൂർ പിന്നിട്ട കാര്യം ഞാൻ ഒന്നും കൂടെ പറഞ്ഞു പോകാം. ബുധനാഴ്ച രാവിലെ ഒരു 11 മണി കൂടി പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ, ഈ 2 കുട്ടികളുടെ ഒപ്പം ഒരു കുട്ടിയുടെ അമ്മ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോയിൽ ഈ അമ്മ ആ കുട്ടികളെ സ്കൂളിന് മുമ്പിൽ ഇറക്കിയ ശേഷമാണ് മടങ്ങുന്നത്. പക്ഷേ പിന്നീട് 1 മണിയോടുകൂടി ഈ കുട്ടികൾ ട്രെയിനിൽ കയറിയതാണ് വിവരം ലഭിക്കുന്നത്. ആ വിവരത്തിലേക്ക് എത്തുന്നത് ഈ സ്കൂൾ അധികൃതർ പരീക്ഷയ്ക്ക് ഈ കുട്ടികളെ കാണാതായതോടുകൂടി വീട്ടിൽ വിളിച്ച് ചോദിക്കുന്നതോടുകൂടിയാണ്. അപ്പോഴാണ് ഇവിടെ പരീക്ഷയ്ക്ക് എത്തിയില്ല എന്നുള്ള വിവരം അറിയുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഒട്ടും വൈകിക്കാതെ താനൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. താനൂർ പോലീസ് ഈ ഇത്തരത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇന്നലെയോടുകൂടി തന്നെ അന്വേഷണം ഊർജിതമാക്കി. ടവർ ലൊക്കേഷൻ കോഴിക്കോടാണെന്ന് മനസ്സിലായി. പിന്നീട് തിരൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലായി ഇവർ പോകുന്ന CCTV ദൃശ്യങ്ങളും ലഭിച്ചു. അപ്പോൾ തിരൂരിൽ നിന്ന് കോഴിക്കോടെ കാണാം ഇവർ പോയിക്കുന്നത് എന്നുള്ള വിവരമാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ ഒരു അനുമാനം എന്ന രീതിയിൽ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇന്നലെ വൈകിട്ടോടുകൂടി മറ്റൊരു ദൃശ്യം പുറത്തു വരുന്നത്. അത് ആ മുംബൈയിൽ പനവേലിലുള്ള ഹെയർ സലൂണിലുള്ള ലാസ്യ ഹെയർ സലൂണിലുള്ള കുട്ടികൾ മുടി മുറിച്ചതായിട്ടുള്ള ഒരു ദൃശ്യങ്ങളായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ഒരു സ്ഥിരീകരണം വരുന്നു. മുംബൈയിലാണ് കുട്ടികൾ ഉള്ളത് എന്നുള്ളൊരു സ്ഥിരീകരണം വരുന്നു. പക്ഷേ അവിടെ നിന്ന് എവിടേക്ക് പോയി എന്നൊന്നും അറിയാൻ സാധിക്കാത്ത ഒരു ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഒരു യുവാവ്, റഹീം അസ്ലം എന്ന് പറയുന്ന യുവാവ്, ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചതുകൂടിയാണ് മുംബൈയിലേക്ക് ഈ അന്വേഷണം എത്താൻ സാധിച്ചത്. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ എത്തുന്നതിൽ നിർണായകമായത് അത് തന്നെയാണ്. പിന്നീട് ഈ കുട്ടികൾ എങ്ങോട്ട് പോയി എന്നുള്ള ഉദ്വേഗജനകമായ നിമിഷത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ഒരു ക്ലൂ നമ്മുടെ മുന്നിലേക്ക് ഇല്ലാതെ പോയ ഒരു സമയമായിരുന്നു അത്. അപ്പോഴായിരുന്നു 9 മണിയോടുകൂടി ഒരു ടവർ ലൊക്കേഷൻ ലഭിക്കുന്നത്. അതാണ് ഏറ്റവും വഴിത്തിരിവായത്. ഈ ടവർ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധനകൾ നടത്തി വന്നത്. അവിടെയും ഈ ലൊക്കേഷനുകൾ വ്യതിചലിക്കുന്നുണ്ടായിരുന്നു, വൈരുദ്ധ്യമുണ്ടായിരുന്നു. CSTക്ക് സമീപം ഒപ്പം തന്നെ കല്യാണിലും ഉണ്ടായിരുന്നു. അതായത് ഇവർ ഈ ട്രെയിനിലേക്ക് കയറിയതാണ് ഇത്തരത്തിൽ ലൊക്കേഷനിലുണ്ടായ ഒരു വ്യതിയാനം എന്ന് പിന്നീട് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കി തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുണ്ടായ ആശങ്കകളെയൊക്കെ മറികടന്നുകൊണ്ട് ആണ് നമുക്ക് ഈ ദൗത്യം പൂർത്തീകരിക്കാനായത്. മുംബൈയിലെ മലയാളി സമാജം പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകർ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം മുക്കിലും മൂലയും അവർ മുംബൈയിലെ വിവിധ മേഖലകളിൽ അവർ അരിച്ചു പെറുക്കുന്നുണ്ടായിരുന്നു. കല്യാണം വിവരം കിട്ടുമ്പോൾ അവിടെയുണ്ടായിരുന്നു, CSTയിലുണ്ടായിരുന്നു, പനവേലിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ പൂനെക്ക് അടുത്തുള്ള ലോണാവാലയിൽ ഇവരെത്തുമ്പോൾ കൂടി അവിടെ പോലും ഈ മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നു. അവരാണ് കുട്ടികളെ ആശ്വസിപ്പിച്ചത്. RPF സംഘത്തിനൊപ്പം തന്നെ അവരും ഉണ്ടായിരുന്നു. അവർ വീട്ടുകാരുടെ വിവരം അറിയിക്കുമ്പോൾ ഒരു ഭയവും വേണ്ട, എല്ലാ കാര്യവും അങ്ങനത്തെ അത്തരത്തിലൊരു പ്രശ്നങ്ങളും ഇല്ല എന്നൊക്കെ പറഞ്ഞ ആശ്വാസ വാക്കുകൾ ആദ്യ മണിക്കൂറിൽ തന്നെ അവർക്ക് നൽകിയത് ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ്. എന്തായാലും നമ്മൾ ഓരോ ഘട്ടത്തിലും ഈ കുട്ടികളുടെ ചിത്രവും നമ്പറും ഉൾപ്പെടെ ഇട്ട് പല വിവരങ്ങളും മാധ്യമ പ്രവർത്തകരും ഈ ആളുകളിലേക്ക് എത്തിക്കാൻ